കൈവെള്ളയിൽ തിളങ്ങുന്ന മഞ്ഞലോഹത്തിലേക്ക് നോക്കുമ്പോൾ അറിയാതെ നിറഞ്ഞു വന്ന മിഴികൾ പതുക്കെ ഉയർത്തി. ഉള്ളിലെ സന്തോഷം കൊണ്ടാണോ അതോ പ്രാരാബ്ധം നിറഞ്ഞ ജീവിതത്തിൽ സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഈ ലോഹം കൈവെള്ളയിൽ വെച്ചു തന്നവനോട് തോന്നിയ നേരിയ പരിഭവമാണോ വാക്കുകളായി പുറത്തേക്ക് വന്നത് എന്നറിയില്ല. എന്തിനാ ഉണ്ണി ഈ കാശില്ലാത്ത സമയത്ത് ഇത് വാങ്ങിയത്? അമ്മയ്ക്കിപ്പോൾ ഇതൊന്നും ഇടാൻ മോഹമില്ല. പറയുമ്പോഴും ഒരു പണമിട സ്വർണം എൻ്റെ വലത്തെ കയ്യിൽ മുറുക്കി പിടിച്ചിരുന്നു. ആദ്യത്തെ സാലറി കിട്ടിയപ്പോൾ കൂട്ടിവെച്ച ബാക്കി കാശും കൊണ്ട് വാങ്ങിയതാ അമ്മേ. ഓർമ്മ വെച്ച നാൾ മുതൽ ഈ കാതും കഴുത്തും കൈകളും ചെമ്പിച്ചു കിടക്കുന്നത് കണ്ടല്ലേ ഞാനും വളർന്നത്. എനിക്കും കാണില്ലേ ആഗ്രഹം എൻ്റെ അമ്മ ഒരു കുഞ്ഞു സ്വർണ്ണക്കമ്മലെങ്കിലും ഇട്ട് കാണാൻ? പക്ഷെ മോനെ, ഒരു പക്ഷേയില്ല. അത് വാങ്ങി അങ്ങ് കാതിലിട് എൻ്റെ അമ്മിണി. തൊഴിലുറപ്പിന് പോകാനായി വിളിക്കാൻ വന്ന രമ കയ്യിലിരുന്ന തൂമ്പ ഇറയത്ത് വെച്ചുകൊണ്ട് അകത്തേക്ക് കയറി. ഇങ്ങ് തന്നേടി, ഞാനൊന്ന് നോക്കട്ടെ. രണ്ട് കൈയും പുറകിൽ തൂത്തുകൊണ്ട് രണ്ട് മുട്ടുകമ്മലുകൾ കയ്യിലെടുത്തു നോക്കി രമ. കൊള്ളാമല്ലോ, എത്ര നാളായുള്ള നിന്റെ ആശയായിരുന്നു ഒരു മുട്ടുകമ്മലെങ്കിലും വാങ്ങണമെന്ന്. ഇപ്പൊ കൊച്ചൻ കൊണ്ട് തന്നപ്പോ പറയുന്നത് കേട്ടില്ലേ? ഇതിന്റെ കാശ് കൂടി കൊടുത്തിരുന്നെങ്കിൽ ആ പലിശക്കാരൻ അണ്ണാച്ചിയുടെ 2 മാസത്തെ അടവങ്ങ് തീരില്ലേ എൻ്റെ രമേ. ഞാൻ അത് വെച്ച് പറഞ്ഞതാ. പിന്നെ അണ്ണാച്ചി, അയാൾ ഇന്ന് വരും, നാളെ പോകും. നീ ആ കാതിങ്ങ് തന്നേ. ഈ ചെമ്പൂരി കളഞ്ഞിട്ട് ഇതൊന്നിട്ടേ. ഭാസ്കരേട്ടൻ പോയതോടെ നിങ്ങളുടെ നല്ല കാലം തുടങ്ങിക്കാണും. ഉണ്ണിയും ഒന്ന് പച്ച പിടിച്ചു തുടങ്ങി. അതിൻ്റെ ആദ്യ പടിയാണ് പെണ്ണെ ഇത്. കാതിലെ ചെമ്പൂരി ചെറിയ വേദനയോടെ പൊടി സ്വർണം കയറുമ്പോൾ അതിനേക്കാൾ നെഞ്ചു കുത്തിപ്പറയുന്ന വേദനയായിരുന്നു ആ വാക്കുകൾക്ക്. ഒരിക്കൽ പോലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഇരുളാർന്ന ജീവിതം. എൻ്റെ കണ്ണുകൾ ഉണ്ണിയിലേക്ക് പോയി. വലത്തെ നെറ്റിത്തടത്തിൽ ആഴ്ന്നു കിടക്കുന്ന മുറിവ്. 7-ാം വയസ്സിൽ വിളക്കിൻ്റെ തലപ്പ് കൊണ്ട് അയാൾ നൽകിയ സമ്മാനം. സ്വന്തം അച്ഛൻ ഇപ്പോൾ നല്ല ചേലായിട്ടുണ്ട്. ഇന്ന് തൊഴിലുറപ്പിന് ചെല്ലുമ്പോൾ എല്ലാ കുശുംബികളുടെയും കണ്ണുകൾ എൻ്റെ അമ്മിണിയിലായിരിക്കും, അല്ലേ ഉണ്ണി? മുഖം പിടിച്ച് രമ ചോദിക്കുമ്പോൾ നിറഞ്ഞു വന്ന കണ്ണുകൾ ഉണ്ണിയിൽ നിന്ന് ഒന്ന് വെട്ടിച്ചു. അമിത സന്തോഷമെന്നും സങ്കടം മാത്രമാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കും ചിരിക്കാൻ പോലും എൻ്റെ ചുണ്ടുകൾ ഭയക്കുന്നത്. എന്നാൽ നമുക്ക് ഇറങ്ങാടി, ഇന്ന് ADS വരും. 9 മണിക്ക് കണ്ടില്ലെങ്കിൽ ഇന്നത്തെ പകുതി കൂലി പോകും. രമ പുറത്തേക്ക് ഇറങ്ങാനൊരുങ്ങിയതും ഉണ്ണി അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു. രമയമ്മേ, ഒരു സാരിയാണ്. ഇപ്പോ എൻ്റെ കയ്യിൽ ഇതിനുള്ള വകയേ ഉള്ളൂ. ചെറിയ ഒരു പൊതി ആ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞവൾ അത് നെഞ്ചോട് ചേർക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. വാടിയമ്മണി, നമുക്ക് പോകാം. ഇനിയും നിന്നാ ഞാൻ കരഞ്ഞു കൂവി സമയം കളയും. ആ സാരിപ്പൊതി അഴിച്ച് ഭംഗി നോക്കുന്നവളെ നോക്കി നിൽക്കുന്ന ഉണ്ണിയുടെ തോളിൽ പിടിച്ചു ഞാൻ. മോനെ, അമ്മ ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് ഇരുട്ടാകാൻ നിൽക്കണ്ട. ഇറങ്ങുമ്പോൾ കതക് ചാരണേ. ഉറക്കെ പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങുമ്പോൾ സാരി കക്ഷത്തിലൊതുക്കി തൂമ്പ കയ്യിലെടുത്തു രമ. നമ്മുടെയൊക്കെ വീട്ടിൽ നിന്നും എന്തെടുത്തുകൊണ്ട് പോകാനാ എൻ്റെ അമ്മിണി? നമ്മുടെ വിലപിടിപ്പുള്ളത് നമ്മുടെ കയ്യിൽ തന്നെ ഇല്ലേ? ഒന്ന് പോടി പെണ്ണെ. അല്ലെങ്കിലും എൻ്റെ ഉണ്ണി ഉള്ളത് നിനക്ക് കൂടി ഉള്ളതല്ലേ? അവൻ നിന്റെ അല്ലേ? പെറ്റത് ഞാനാണെങ്കിലും അവൻ്റെ ജീവൻ സംരക്ഷിച്ചത് നീയല്ലേ? പെറ്റ വയറിനേക്കാൾ സുരക്ഷിതത്വം ഉണ്ടായിരുന്നു നിന്റെ സാരിത്തുമ്പിന്. പാടവരമ്പ് പിന്നിട്ടു പോകുമ്പോൾ മറക്കാൻ ശ്രമിക്കുന്ന ഓർമ്മകൾ എന്നെ വീണ്ടും കുത്തി നോവിച്ചു തുടങ്ങിയിരുന്നു. അക്കരെ കാവിൽ നിന്നും ഭാസ്കരേട്ടൻ്റെ കൈ പിടിച്ചു വരുമ്പോൾ 100,000 സ്വപ്നങ്ങളായിരുന്നു മനസ്സിൽ നെയ്തു കൂട്ടിയത്. വീട്ടിലെ ദാരിദ്ര്യത്തിൽ നിന്നും മകൾക്കെങ്കിലും ഒരു മോചനം ഉണ്ടാകട്ടെ എന്ന് കരുതി അച്ഛൻ കൈപിടിച്ചു കൊടുത്തത് കള്ളിനും കഞ്ചാവിനും മാത്രം അടിമയായിരുന്ന ഒരു മനുഷ്യന്റെ കയ്യിലേക്കായിരുന്നു എന്നറിഞ്ഞത് ആദ്യ രാത്രിയിലാണ്. മുൻപിലുള്ളത് ജീവനുള്ളവളാണെന്നുള്ള പരിഗണന പോലും തരാതെ വെറും മാംസപിണ്ഡത്തോട് കാണിക്കുന്ന ആർത്തിയിൽ അയാൾ എന്നെ കൈവരുതിയിലാക്കുമ്പോൾ വേദനയ്ക്കപ്പുറം അച്ഛൻ്റെയും സഹോദരന്മാരുടെയും മുഖമായിരുന്നു മനസ്സിൽ.
പിന്നീടുള്ള ദിവസങ്ങളിലും സ്ഥിതി മറിച്ചായിരുന്നില്ല. അന്തിയാകുമ്പോൾ ദൂരെ നിന്നേ കയറി വരുന്ന മനുഷ്യനെ കാണുമ്പോൾ ഉള്ളിലൊരാത്തലാണ്. 4 കാലും നിലത്തുറയ്ക്കാതെ കയറി വരുന്ന മനുഷ്യൻ എന്നെയോ അമ്മയോ പോലും ഒരു വറ്റ് കഴിക്കാൻ സമ്മതിക്കില്ല. ചോറുകലം അതേപടിയെടുത്ത് പാടത്തേക്കെറിയുമ്പോൾ അമ്മയുടെ നെഞ്ചാണ് വിങ്ങുന്നത്. പാവം, ഏതെങ്കിലും വീട്ടിൽ പോയി അരി പാറ്റിക്കൊടുത്തും ഉരലിടിച്ചും കൊടുത്തും കിട്ടുന്ന അരിമണികളാണ് അത്. അതിനിടയിൽ വയറ്റിൽ കുരുത്ത കുഞ്ഞ് 7-ാം മാസം ആരുടെയും അനുവാദം കൂടാതെ പുറത്തേക്ക് വരുമ്പോൾ അതിന് പഴികേട്ട് തുടങ്ങി. അയാളുടെ കുഞ്ഞല്ല എന്നതായിരുന്നു വാദം. എല്ലാം മതിയാക്കി അച്ഛനൊപ്പം അക്കരെ കാവിലെ വീട്ടിലേക്ക് പോകുമ്പോൾ കുഞ്ഞിനെ നെഞ്ചോടടക്കി പിടിച്ചിരുന്നു. പക്ഷെ 3-ാം ദിവസം ആങ്ങളമാർക്ക് ഞാനൊരു ബാധ്യതയാണെന്ന തിരിച്ചറിവ്, ഇനി എന്ത് എന്നുള്ള ചോദ്യചിഹ്നം മുൻപിൽ നിൽക്കുമ്പോഴാണ് രമയും ശങ്കരേട്ടനും കൂടി വരുന്നത്. അയൽക്കാർ എന്നതിനുപരി ഭാസ്കരേട്ടൻ്റെ സുഹൃത്താണ് ശങ്കരേട്ടൻ. അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറയാനാണ് അവർ വന്നത്. തിരിച്ച് അവരുടെ കൂടെ പോകാനൊരുങ്ങുമ്പോൾ അച്ഛനും വിലക്കിയില്ല. മകളും കുഞ്ഞും ഇനിയൊരു ബാധ്യത ആവരുത് എന്ന് അച്ഛനും ആഗ്രഹിച്ചു കാണും. തിരികെയുള്ള യാത്രയിൽ രമയുടെ കൈകളിൽ ഏൽപ്പിച്ചതാണ് ഉണ്ണിയെ. ഇന്നോളം ഞാൻ അവനെ പട്ടിണിക്കിട്ടിട്ടില്ല. അമ്മയ്ക്ക് പകരം മറ്റു വീടുകളിലെ പണിക്ക് ഞാൻ പോയി തുടങ്ങിയപ്പോൾ രമയുടെ കൈകളിലെ ലാളനയാണ് അവൻ ഏറ്റുവാങ്ങിയത്. പാതി വഴിയിൽ ശങ്കരേട്ടൻ യാത്ര പറയുമ്പോൾ മച്ചിപ്പെണ്ണ് എന്നു വിളിക്കുന്നവരുടെ മുൻപിൽ ഉണ്ണിയെ ചൂണ്ടി അവൾ പറയും, എൻ്റെ മോനാണ് അതെന്ന്. എനിക്കൊപ്പം പണിക്ക് വന്നു തുടങ്ങുന്ന കാലങ്ങളിൽ എന്നെക്കാൾ ആദ്യമാണ് അവൾക്ക്. വൈകുന്നേരം ഉണ്ണി സ്കൂള് വിട്ട് വന്നു കഴിഞ്ഞ് എന്തെങ്കിലും കഴിച്ചു കാണുമോ, അവൻ കുളിച്ചു കാണുമോ? അവളുടെ ആ ആദ്യ കാണുമ്പോൾ ചെറിയ കുശുമ്പുണ്ടാകുമെങ്കിലും ആ കുശുമ്പ് എനിക്കൊരു ഹരമായിരുന്നു. ഓരോ രാത്രിയിലും ഉണ്ണിയുടെ പിതൃത്വം ചൊല്ലി ഭാസ്കരേട്ടൻ എന്നെ ദ്രോഹിക്കുമ്പോൾ രമയുടെ അടുക്കളപ്പുറത്ത് മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ അവൾ വാരി കൊടുക്കുന്ന ആഹാരത്തിന്റെ രുചി അറിഞ്ഞാണ് അവൻ വളർന്നത്. ഒരിക്കൽ മാത്രം അയാൾക്ക് നേരെ അവൾ വിളക്കെടുക്കുമ്പോൾ ആ വിളക്കിൽ എൻ്റെ ഉണ്ണിയുടെ രക്തക്കറ ഉണ്ടായിരുന്നു. ബോധമറ്റ് കിടക്കുന്നവനെ നെഞ്ചിൽ ചേർത്ത് ഞാൻ അലമുറയിടുമ്പോൾ ആ വിളക്കിന് അയാളുടെ തല അവളും തല്ലിപ്പൊട്ടിച്ചു. കേസും കൂട്ടവുമായി കുറച്ചുനാൾ മുൻപോട്ട് പോയെങ്കിലും അവൾക്കൊപ്പം ഞാനും ഉണ്ണിയും നിന്നപ്പോൾ അയാളുടെ വാശിയേറി പല രീതിയിൽ ഉപദ്രവം നേരിടുമ്പോഴും ഒരു ചെറുത്തുനിൽപ്പ് തന്നെയായിരുന്നു. കുടുംബശ്രീയിൽ നിന്നും പിടിക്കുന്ന ചിട്ടിക്കാശ് വരെ കൈക്കരുത്തുകൊണ്ട് കൈക്കലാക്കുമ്പോൾ നിസ്സഹായതയായിരുന്നു മുൻപിൽ. അപ്പോഴും ജീവിക്കാൻ പ്രേരിപ്പിച്ചത് ഉണ്ണി മാത്രമായിരുന്നു. ഗവൺമെന്റ് സ്കൂളിൽ നിന്നും ഉന്നത വിജയത്തോടെ അവൻ പാസ്സാകുമ്പോൾ പ്രതീക്ഷകൾ വീണ്ടും കൂടുകൂട്ടി. കോളേജിൽ ചേർന്ന കാലം മുതൽ എനിക്ക് കൈത്താങ്ങായി അവനും ഉണ്ടായിരുന്നു. വെളുപ്പിനെ പത്രം വിറ്റും വൈകുന്നേരം കുഞ്ഞു കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തും അവനും ജീവിത ചിലവുകൾ 2 അറ്റം കൂട്ടിമുട്ടിച്ചു തുടങ്ങിയിരുന്നു. അമിത മദ്യപാനം മൂലം അയാൾ മരണപ്പെടുമ്പോൾ ഒരിറ്റു കണ്ണുനീർ ഞങ്ങൾ 2 പേരിൽ നിന്നും വീണില്ല. പണത്തിന് കുറവുണ്ടെങ്കിലും രമ പറയും പോലെ സമാധാനം ഞങ്ങളെ തേടി വന്നു. ഭയം മാറി ഉറങ്ങാൻ കഴിയുന്നുണ്ട് ഇന്ന്. അച്ഛനെന്ന വ്യക്തിയിൽ നിന്നും ഒരു സഹായവും പറ്റാതെ ഇന്നെൻ്റെ മകൻ സ്വന്തമായി ഒരു ജോലി നേടിയെടുത്തു. സ്വന്തം കാശിന് വൈകുന്നേരങ്ങളിൽ PSC പഠിക്കുന്നുണ്ട്. നല്ല ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷ, അതാണ് ജീവിതം. ഓർമ്മകളിൽ നിന്നും പുറത്തു വരുമ്പോൾ പണിസ്ഥലത്ത് എത്തിക്കഴിഞ്ഞിരുന്നു. ഭാസ്കരൻ പോയപ്പോൾ തന്നെ അമ്മിണി കൊഴുത്തു. ദേ ഇപ്പൊ പൊന്നും പണ്ടവും വന്നു തുടങ്ങി. ആ ഇനി ആരും പറിച്ചുകൊണ്ടു പോകുമെന്ന് പേടിക്കണ്ടല്ലോ. ചുറ്റും കൂടി നിന്നവർ കളിയാക്കിയതാണെങ്കിലും മറുത്തൊന്നും പറയാൻ പോയില്ല. അച്ഛനെപ്പോലെ മോനും കുടിയനായില്ലല്ലോ. അത് തന്നെ നിന്റെ ഭാഗ്യം. എന്നാലും സൂക്ഷിക്കണം. ഇപ്പോഴത്തെ പിള്ളേരാണ്. വഴിതെറ്റിപ്പോയാൽ തീർന്നു എൻ്റെ അമ്മിണിയെ. താടിക്ക് കൈകൊടുത്തുകൊണ്ട് പെണ്ണുങ്ങൾ പറയുമ്പോൾ രമ കണ്ണുകൾ കൊണ്ട് രൂക്ഷമായി മറുപടി കൊടുത്തു കഴിഞ്ഞിരുന്നു. നീ ഇതൊന്നും കാര്യമാക്കണ്ട അമ്മിണി. ഇച്ചിരി പച്ച പിടിച്ചാൽ എല്ലാത്തിനും കുശുമ്പ് കയറും. 1000 കുടത്തിന്റെ വാ മൂടാൻ പറ്റും, ഇവളുമാരുടേത് പറ്റുമോ? നീ വാ. വീണ്ടും ധൈര്യം നൽകി കൂടെ അവൾ നിൽക്കുമ്പോൾ എനിക്ക് മറ്റൊന്നും വേണ്ടിയിരുന്നില്ല. എല്ലാം ഒരുക്കി ഓടി അമ്മിണി.
മൂക്ക് പിഴിഞ്ഞുകൊണ്ട് രമ ചോദിക്കുമ്പോൾ കണ്ണു നിറഞ്ഞു എൻ്റെ. നീ എന്തിനാടി അമ്മിണിപ്പെണ്ണെ കരയുന്നത്? ദൂരെയെങ്ങോ അല്ലല്ലോ, കേരളത്തിൽ തന്നെയല്ലേ. ഏറിയ 5-6 മണിക്കൂർ. നിന്നെ കാണണമെന്ന് തോന്നിയ ഞാനങ്ങ് ഓടി വരും. പിന്നെ വിഷമം എന്താന്ന് വെച്ചാ, നിന്നോടെന്തെങ്കിലും മിണ്ടിയും പറഞ്ഞു ഇരുന്നില്ല എങ്കിൽ അന്ന് ഉറക്കം വരില്ല. രമേ, എടി ഞാൻ പോകുന്നില്ലടി മോളെ, എനിക്കും വയ്യടി നീ ഇല്ലാതെ. ആ നെഞ്ചിലേക്ക് ചായുമ്പോൾ അവളുടെ വാക്കുകൾ വഴിമാറി. പോകുന്നില്ലെന്നോ? എന്തു വർത്താനാണടി പറയുന്നത്? നമ്മുടെ ഉണ്ണിയുടെ കാര്യമല്ലേ. നമ്മൾ ആഗ്രഹിച്ചതുപോലെ സബ് ഇൻസ്പെക്ടറായി അവൻ അങ്ങ് ദൂരെ ഒറ്റയ്ക്കൊന്നും നിർത്തണ്ട. അവന്റെ ഇഷ്ടങ്ങൾ വേറെ ആരെങ്കിലും ചെയ്തു കൊടുത്താൽ മതിയോ? അല്ലേ പറയുന്നത് കേട്ടില്ലേ? ദേഷ്യം ഭാവിച്ചവർ താടിക്ക് കൈ കൊടുക്കുമ്പോൾ ചിരിയോടെ അകത്തു നിന്നും പുറത്തേക്ക് വന്നു ഉണ്ണി. അതിന് എൻ്റെ ഇഷ്ടങ്ങൾ അമ്മയ്ക്കല്ലോ അറിയുന്നത്, രമയമ്മയ്ക്കല്ലേ. അപ്പൊ കൂടെ വരേണ്ടത് രമയമ്മയല്ലേ? ചോദ്യത്തിനൊപ്പം ചിരിച്ചുകൊണ്ട് നിൽക്കുന്നവൻ മാറി മാറി നോക്കി ഇരുവരെയും. അച്ഛനെ തോൽപ്പിച്ച മകൻ. ചെല്ല്, പോയി അത്യാവശ്യം വേണ്ടത് എടുത്തുകൊണ്ട് വാ. അവിടെ ചെന്നാലും മിണ്ടിയും പറഞ്ഞു ഇരിക്കാൻ ആള് വേണ്ട എൻ്റെ അമ്മയ്ക്ക്. പിന്നെ എനിക്കിഷ്ടപ്പെട്ട കുടംപുളിയിട്ട മീൻകറി വെച്ച് തരാനും അറിയാതെ കണ്ണു നിറയുമ്പോൾ 2 ചീത്ത വിളിക്കാനും രമയമ്മയല്ലേ എനിക്കുള്ളത്. എൻ്റെ വീട്ടിലല്ല, എൻ്റെ ഹൃദയത്തിലാണ്. എൻ്റെ അമ്മയ്ക്കൊപ്പമാണ് നിങ്ങൾക്ക് സ്ഥാനം. അവൻ പറഞ്ഞു തീരുമ്പോൾ ഞാൻ അവളുടെ കയ്യിൽ പിടിച്ചു. ഓടിപ്പോയി തുണി മാറി വാടി. മിണ്ടിയും പറയാനും എനിക്കും കൂടെ വേണ്ടേ നീ? ഉണ്ണിക്കൊപ്പം യാത്ര തിരിക്കുമ്പോൾ അവൻ ആദ്യമായി മേടിച്ചു കൊടുത്ത സാരിയുടെ പുത്തൻ മണം പോലും മാറിയിരുന്നില്ല. ഇനി പുതുലോകത്തേക്ക് ആ അമ്മമാർക്കൊപ്പം അവനും ജീവിതയാത്ര തുടങ്ങി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.